നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. കാണാതെ പോയ ദ്രഹ്മയുടെ ഉപമ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും യേശുക്രിസ്തുവിന്റെ നിലപാടിനെ പരിഹസിക്കുകയും പിറുപിറുക്കുകയും ചെയ്തപ്പോൾ യേശുക്രിസ്തു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞ ഉപമകളിൽ ഒന്നാണ് കാണാതെ പോയ ദ്രഹ്മയുടെ ഉപമ. ദ്രഹ്മ എന്ന് പറയുന്നത് നാണയമാണ്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയാൽ എന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകളാണ്. ഒന്നാമത്തേത് കാണാതെ പോയ ആടിന്റെ ഉപമ, രണ്ടാമത്തേത് ദ്രഹ്മയുടെ ഉപമ, മൂന്നാമത്തേത് മുടിയനായ പുത്രന്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കാണാതെ പോയ മകന്റെ ഉപമ. ഇതില് ആടിനെ കാണാതെ പോയത് പുൽമേട്ടിലാണ്, വീട്ടിൽ നിന്ന് അത്ര അകലെയല്ല. ദ്രഹ്മ കാണാതെ പോയത് ആ വീട്ടിൽ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്താണ്. മുടിയനായ പുത്രൻ കാണാതെ പോയത് ദൂരദേശത്താണ്. ഇതിന്റെ അർത്ഥം എല്ലാ മനുഷ്യരും പാപികളാണ്. പക്ഷേ ആ പാപത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാവരും എല്ലാം പാപമൊന്നും ചെയ്യുകയില്ല. ചിലര് വീട്ടിൽ പാപികളാണ്, വീട്ടിൽ നഷ്ടപ്പെട്ടവരാണ്. ചിലര് വയലിൽ ആ വീടിന്റെ പരിസരത്ത് നഷ്ടപ്പെട്ടവരാണ്. വേറെ ചിലര് ദൂരദേശത്ത് നഷ്ടപ്പെട്ടവരാണ്. മനുഷ്യർ, ചില നന്മകളൊക്കെ മനുഷ്യനുണ്ടെന്നുള്ളത് ശരിയാണ്. വളരെ നന്മകളുള്ളവരുണ്ട്. സാമൂഹിക പ്രവർത്തകരൊക്കെ വളരെ നന്മകളുള്ളവരാണ്. പക്ഷേ അവർക്ക് പാപമുണ്ട്. അതായത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ കോപിപ്പിക്കുന്ന പാപമില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല. ചില വ്യഭിചാരം ചെയ്തിട്ടില്ല, പക്ഷേ മോഹമുണ്ട്. ചില മോഷ്ടിച്ചിട്ടില്ല, പക്ഷെ അതിനുള്ള ആഗ്രഹമുണ്ട്. ചിലരാരെയും കൊന്നിട്ടില്ല, പക്ഷെ കോപമുണ്ട്. നിഗളം, അസൂയ, അഹങ്കാരം, പക, ഇതെല്ലാം ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പാപങ്ങളാണ്. അങ്ങനെ ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എത്ര ശ്രമിച്ചാലും പാപചിന്ത മനുഷ്യനിലുണ്ടാകും. പ്രവർത്തിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എല്ലാവരും എല്ലാ പാപമൊന്നും പ്രവർത്തിക്കുകയില്ല. നല്ല ശിക്ഷണത്തിലൊക്കെ വളർത്തപ്പെട്ടാൽ മാതാപിതാക്കൾ, ബന്ധുക്കൾ, അയൽക്കാർ എന്നൊക്കെയുള്ള ആ ഒരു ബോധവും ഭയവുമുള്ള ആളുകൾ തങ്ങളെ തന്നെ കുറച്ചൊക്കെ നിയന്ത്രിക്കുമെന്നുള്ളത് ശരിയാണെങ്കിലും പാപ നോട്ടവും പാപ കേൾവിയും പാപ സംസാരവും പാപചിന്തയും ഇല്ലാത്ത ആളുകളില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. മനസ്സാ വാചാ കർമ്മണ എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സകല മനുഷ്യരും പാപികളാണ്. നാട്ടിൽ മാന്യരായിരിക്കാം, പക്ഷെ വീട്ടിൽ ആണ്. വീട്ടിൽ എന്ന് പറയുന്ന രഹസ്യ പാപമാണ്. വേദപുസ്തകം പരിശോധിച്ചാൽ വീട് വളരെ നല്ലതാണ്, വളരെ ആശ്വാസമൊക്കെയുള്ള അല്ലെങ്കിൽ തൃപ്തിയൊക്കെയുള്ള, നല്ല ഭക്ഷണമുള്ള, നല്ല ഉറക്കം തരുന്ന, നല്ല വിശ്രമം തരുന്ന, നല്ല ട്രെയിനിങ് നൽകുന്ന, വളരെ സ്നേഹം ലഭിക്കുന്ന, സ്നേഹം നൽകുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ വീട് അത് പാപത്തിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ്. ഏദൻ തോട്ടം മുതൽ നമ്മൾ പരിശോധിച്ചാൽ വീട്ടിൽ ആണ് വലിയ പാപങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നത്.
അതായത് വീട്ടിൽ കൊലപാതകം, വീട്ടിൽ വ്യഭിചാരം, വീട്ടിൽ മോഷണം, വീട്ടിലെ ഗൂഢാലോചന, ഇങ്ങനെ വീട് പാപത്തിന് പറ്റിയ വളരെ നല്ലൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വീട്ടിലുള്ള ആളുകൾ അതിന് സൈഡ് ചെയ്യുന്ന പക്ഷം മദ്യപാനവും അതുപോലെയുള്ള മയക്കുമരുന്നും അങ്ങനെയുള്ള സകലവിധ പാപത്തിനും പറ്റിയ ഒരു സ്ഥലമാണ് വീട്. പക്ഷെ അവർ നാട്ടിൽ വളരെ മാന്യരായിരിക്കും. ചില രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചൊക്കെ അവരുടെ ചില പാപങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ നാട്ടുകാർ പറയുന്നത് തങ്കപ്പെട്ട മനുഷ്യനാണ്, നല്ല ആളാണെന്നാണ്. ശരിയാണ്, അവർ നാട്ടിൽ നല്ലൊരു മുഖമുള്ള ആളുകളാണ്. ചിലരുടെ പാപം വീട്ടിലാണ്, രഹസ്യമായ സ്ഥലത്താണ്, വീട്ടിൽ. എന്നാൽ ചിലരുടേത് അല്പം പുറത്തേക്കും കൂടെ വരാറുണ്ട്. എന്നാൽ മുടിയനായ പുത്രനെ പോലെ വളരെ മിളച്ചനായിട്ട് ജീവിക്കുന്ന ദൂരവ്യാപകമായ പാപമുള്ള ആളുകളും ഇല്ലാതില്ല. എന്തു തന്നെയായാലും എല്ലാവരും പാപികളാണ്. നാണയം വീട്ടിൽ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടതാണ്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. വീട്ടിലെവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കണം, എങ്കിലേ നമുക്ക് അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. ഇവിടെ കാണാതെ പോയ ആ നാണയത്തെ സ്ത്രീയെ വിളക്ക് കത്തിച്ച് അടിച്ചു വാരി അന്വേഷിക്കുക. കിട്ടിക്കഴിയുമ്പോൾ അയൽക്കാരത്തിനെല്ലാം വിളിച്ച് സന്തോഷിക്കുകയാണ്. എൻ്റെ തിരമ്മ കാണാതെ പോയിരുന്നു. തീർച്ചയായിട്ടും കാണാതെ പോയ കാര്യമൊക്കെ അയൽക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് കിട്ടി, സന്തോഷിക്കുക. യേശു പറയുകയാണ്, ഈ ചുങ്കക്കാരും പാപികളുമൊക്കെ കാണാതെ പോയവരായിരുന്നു, അവരെൻ്റെ കയ്യിലായിരുന്നില്ല, എന്നാൽ എനിക്കവരെ തിരികെ ലഭിച്ചു. യേശു എന്തിനാണ് വന്നത്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുമുണ്ട്. നീ അവർ യേശു എന്ന് പേരിടണം എന്നാണ് യോസേപ്പിനോട് പറഞ്ഞത്. തൻ്റെ ജനമാണ് മനുഷ്യർ. അവൻ സ്വന്തത്തിലേക്ക് വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യേശു ആണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മരങ്ങളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും അവസാനം മനുഷ്യനെയും സൃഷ്ടിച്ചത്. യേശു അദൃശ്യനായി ജീവിച്ച് ഇരുന്ന കാലത്താണ് ഇതെല്ലാം യേശുവാണ് സൃഷ്ടിച്ചത്. ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു എന്നാണ് വേദോത്സവം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ യേശുവിൻ്റെ കയ്യിൽ നാം ആയിരിക്കണം, എങ്കിൽ നമ്മൾ വിലയുള്ളവരും പ്രയോജനമുള്ളവരുമായിട്ട് മാറും. യേശു നമ്മെ അന്വേഷിക്കുന്നു, യേശു നമ്മെ തേടുന്നു. കർത്താവായ യേശുവിൻ്റെ കയ്യിൽ നാം ആയിത്തീരാനിടയായാൽ നമ്മൾ സുരക്ഷിതരാണ്, നമ്മൾ അനുഗ്രഹീതരാണ്. നാം നിമിത്തം സ്വർഗത്തിന് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ കാണാതെ പോയ ആളാണ് എന്ന് സമ്മതിച്ച് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ കയ്യിൽ ആയിത്തീരുവാൻ ദൈവം ഇതിനാൽ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.